ഈ വരുന്ന വനിതാ ദിനത്തിൽ അതായത് മാർച്ച് 8-ാം തീയതി സെക്കൻഡ് സാറ്റർഡേയിൽ സ്ത്രീകൾക്ക് മാത്രമായി ഹാപ്പിനെസ് വോയേജ് ഒരുക്കുന്ന യാത്രയിൽ കൂടി വരുന്നോ വെറും 1555 രൂപയ്ക്ക് ഇല്ലിക്കൽ കല, ഇലവിഴ, പൂഞ്ചിറ പിന്നെ ഒരു വാട്ടർഫോളും കൂടി ഉൾപ്പെടുത്തി ഒരു കിടിലൻ ട്രിപ്പാണ് ഹാപ്പിനെസ് വോയേജ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ബുക്കിംഗ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഹലോ, വെൽക്കം ടു സേവ് വിത്ത് എൽസ. നിങ്ങൾ പലതരം നഴ്സറി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഇന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു നഴ്സറി ഉള്ള ആളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് സർക്കാരിലോട്ട് മുരുകേശൻ ചേട്ടൻ, ഞാൻ വൈപ്പിലാണെന്നുള്ള എന്ത് നഴ്സറിയാണ് ചേട്ടൻ ചെയ്യുന്നത്? ഞാനിപ്പോ നമ്മുടെ മാംഗ്രോസ് കണ്ടൽ നഴ്സറിയാണ്. വിവിധ തരത്തിലുള്ള കണ്ടൽ ചെടികളുടെ ഒരു നഴ്സറിയാണ്. അത് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടൽക്കാടിന്റെ നഴ്സറി ഉണ്ടെന്ന് അറിഞ്ഞത്. അത് നമ്മുടെ രഞ്ജിത്ത് സാർ പി വി തമ്പി മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ, ആദ്യമായിട്ട് കിട്ടിയ ഒരു അവാർഡാണ് പി വി തമ്പി മെമ്മോറിയൽ അവാർഡ്. അപ്പൊ ആ രഞ്ജിത്ത് സാർ വഴിയാട്ടോ ഞാനത് അറിഞ്ഞത്. എന്നാ പിന്നെ ഈ കണ്ടൽക്കാട് നഴ്സറി അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ നിങ്ങളെ കാണിച്ചിടാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ തൊട്ട് മുന്നിൽ ചെമ്മീൻകെട്ടുണ്ട്. അവിടെ നിന്നാണ് ചേട്ടൻ ഇതിനാവശ്യമുള്ള ചെളി എടുക്കുന്നത് അല്ലേ? അപ്പൊ ചെളി എടുക്കാൻ പോവാണ് ഞങ്ങള്. ഇവിടെ ഈ കാണുന്ന കണ്ടലൊക്കെ ചേട്ടൻ വെച്ചാണോ? ഈ കാണുന്നത് കണ്ടലൊക്കെ ഞാൻ വെച്ചതാണ്. ആ വലുത് അതൊക്കെ അത് സ്വാഭാവികമായിട്ട് ഉള്ളതാണത്. നിങ്ങൾ വരുന്ന വഴിയിൽ കുറെ കണ്ടലുകളുണ്ട്, വെച്ചിട്ടുണ്ടല്ലേ? ഞങ്ങളുടെ ചെല്ലാനത്തുമൊക്കെ ചേട്ടൻ കുറെ കണ്ടലുകൾ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ അത്ര ആഴമില്ലല്ലേ ചേട്ടാ? ഇങ്ങോട്ട് കൊണ്ടുവരുവാണോ ചെയ്യുന്നേ? ഓക്കെ. ഞാൻ വിചാരിച്ചു ചേട്ടൻ ഈ കൊട്ടയും കൊണ്ട് അങ്ങ് പോയിട്ട് ഇത് ഇവിടെ ചേട്ടൻ്റെ മോൾ ഇവിടെ ഉണ്ട്. ചേട്ടൻ്റെ മോളാണ് ഇന്ന് സഹായിക്കാൻ വന്നേക്കണേ. പേരെന്തായിരുന്നു? നിമിത. എന്താ ചെയ്യണേ? ഇപ്പൊ വർക്ക് ചെയ്യണില്ല. ഇപ്പൊ വർക്ക് ചെയ്യണില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ വീട്ടില് അമ്മേനെ അച്ഛൻ്റെ അടുത്തുണ്ട് ഇപ്പൊ. ചേട്ടൻ ആ വെള്ളത്തിലേക്ക് മുങ്ങി. ആദ്യം കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് എടുക്കുക. ഇത്രയും മതിയാവോ? ഇനി വേണോ? ഈ കൊട്ടെന്ന് അറിയണോ? ആഹാ തെറിക്കുവാ. കറക്റ്റ് ആ ഒരു കൊട്ടക്കളവ് കൊണ്ടുവന്നല്ലേ? എല്ലാത്തിനും ഉള്ളത് എടുക്കണത്. അതായത് ചിലപ്പോ ഒറ്റടിക്ക് 10,000 ഇത് ബണ്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അച്ഛൻ മുങ്ങി തന്നെ എടുക്കാം. ഒറ്റക്കാലച്ചും ചെയ്യണല്ലേ? എല്ലാം കരപ്പയിലിടും, ഞങ്ങള് കൊണ്ട് വീട്ടിലിടും. ഒരു കുടുംബം മുഴുവൻ പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇനി ഇത് ഈ ചെളി ഉണങ്ങാനൊന്നും നിൽക്കൂലല്ലോ, അല്ലാണ്ട് തന്നെ നമ്മളിത് നടുവല്ലേ അല്ലേ? ഇല്ല നടന്നോ. സാധാരണ നഴ്സറി ഒക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഉപജീവന മാർഗമായിട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഇതങ്ങനെയല്ല. ആരാണ് വന്ന് കണ്ടല് മേടിക്കുന്നതല്ലേ? അങ്ങനെ വന്ന് മേടിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ ആരും വന്ന് മേടിക്കാനല്ലേ? വാങ്ങിക്കുന്ന ഒരു സംഭവം ഇല്ല. ചില നല്ല ആളുകൾ വന്നിട്ട് ചെടിയൊക്കെ കൊണ്ടുപോകുമ്പോ ചെറിയ പൈസയൊക്കെ തരും. ഞാനത് വാങ്ങിക്കും. കാരണം അത് ചെയ്തു പോണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. ചെയ്ത് അത് ആരെങ്കിലും സഹായിച്ചേ പറ്റുള്ളൂ. ചേട്ടൻ ശരിക്കും ഉപജീവന മാർഗമായിട്ട് ചെയ്യണത് കല്ലുകെട്ട് പണിയാണ് അല്ലേ? മീൻപിടുത്തവും കല്ലുകെട്ടൊക്കെയാണ് ചെയ്യണത്. ഇത് ഈ കുടുംബം മുഴുവൻ ഇത് നമ്മളുടെ ഒരു പ്രകൃതിക്ക് വേണ്ടി മണ്ണൊലിപ്പ് തടയാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ കണ്ടൽ കൃഷി ചെയ്ത് തുടങ്ങിയത് അല്ലേ? ഇതാണ് ഇനിയുള്ള പരിപാടി അല്ലേ? അതെ, ഇത് നമ്മൾ ബാമ്പു എടുത്തിട്ട് ഏകദേശം ഒരു 8 ഇഞ്ച് നീളത്തില് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കും. ഇതിനൊന്നും വേറെ പണിക്കാരൊന്നുമില്ല, നമ്മൾ തന്നെ പണിക്കാർ. ഇത് കട്ട് ചെയ്യണത് സമയത്ത് കൂട്ടുകാരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും. ആരെങ്കിലും ഒന്ന് പിടിച്ചു തന്നാൽ മതി. നമ്മൾ മെഷീനിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ പൊളിച്ച് ഇങ്ങനെ കൂട്ടിയിടും. ഇത് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ ഇതിൽ ചെളി നിറച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യണം. അപ്പൊ ഏട്ടാ, ഇത് മുറിക്കാണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ചെളി ഇറക്കാൻ പാടില്ലേ? അങ്ങനെ ചെയ്യാം. എന്നാലും ഇതിന്റെ ഉള്ളിൽ മുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിട്ട് മുട്ടുള്ള ഭാഗം നമ്മൾ ഇത് ചെയ്യും. പിന്നെ മണ്ണ കൂടുതലുണ്ടെങ്കിൽ അത് ഒരുപാട് ചെളി അതിൽ നിറയും, ഒരുപാട് സ്ഥലം പോകും. അപ്പൊ നമുക്ക് പാകത്തിന് മാത്രം എടുത്താൽ മതി. ഓക്കെ. ഇത് മുള ഇപ്പം ചേട്ടൻ അതെല്ലാം സ്വന്തമായിട്ട് അവനവന്റെ പൈസ എടുക്കുന്നതാണോ ഇതെല്ലാം? അതെ. ഇപ്പൊ വേറെ ഇതൊരു മുള നമ്മൾ വാങ്ങിക്കണമെങ്കിൽ
ഏകദേശം ഒരു 100 രൂപ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. വലിയ മുള, വലിയ ഒരു മുള, അതായത് ഏകദേശം ഒരു 30, 40, 35 പീസൊക്കെ ഉണ്ടാവും. ഇത് നമ്മളത് വെട്ടിയെടുക്കുമ്പോൾ അത്രയും തന്നെ പൈസയാവും. അപ്പോൾ പിന്നെ ഇത് വന്ന് കട്ട് ചെയ്ത് പൊളിച്ച് ഇതുപോലെ ആക്കി എടുക്കുമ്പോഴേക്കും ഏകദേശം ഒരു പീസിന് ഒരു 25 രൂപ അടുക്കെ 30-ഇടയിൽ വില വരും. പ്ലാസ്റ്റിക് കവറാണെങ്കിൽ നമുക്ക് 1 രൂപയിൽ കാര്യം നടക്കും. പക്ഷേ പ്രകൃതിക്ക് അതെ 1 ലക്ഷം കുഴപ്പങ്ങൾ ഉണ്ടാകും. അതായത് പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത അവസാനം നമ്മളായിട്ട് കുഴപ്പമുണ്ടാക്കരുതല്ലോ അല്ലേ? ഞാൻ ആദ്യം ചെയ്തിരുന്നത് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നടുമ്പുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാസ്റ്റിക് നമുക്ക് എവിടെയും ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ ബാമ്പൂലേക്ക് മാറിയത്. പക്ഷെ അത് ചോദിച്ച് നമുക്ക് ചെലവ് കൂടുതലാണ്. പക്ഷെ പ്രകൃതിക്ക് പ്രകൃതി സൗഹൃദമാണ്. ഇപ്പൊ നമുക്ക് ഈ മുളയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ജനസമ്മതി ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ. എത്ര നാളായി ചേട്ടൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 2013 തുടങ്ങിയാണിത് ഇവിടെ നഴ്സറി ഇട്ട് തുടങ്ങിയത്. ഓരോ വർഷവും ഒരു 10,000-15,000 കണക്കിന് ചെടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-12 വർഷമായപ്പോ അല്ലേ? അതെ 12ാമത്തെ വർഷമാണ്. ഈ വർഷം തൊട്ട് സ്വാമിനാഥൻ ഗവേഷണ നിലയം എനിക്ക് ഈ നഴ്സറി ഇട്ട് തന്നിട്ടുണ്ട്. അത്യാവശ്യം അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട്. ഇപ്പോൾ ഈ വർഷം തുടങ്ങി ഭൂമിയോക്ക് ഫൗണ്ടേഷൻ ഇന്ത്യ ഉണ്ട്. ഭൂമിയോക്ക് ഫൗണ്ടേഷൻ ഇന്ത്യ അവരും സ്വാമിനാഥൻ ഗവേഷണ നിലയം കൂടി യോജിച്ചിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഇപ്പൊ ഞങ്ങള് അങ്ങനത്തെ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിക്കാനില്ല. അവരുടെ സഹായത്തോടുകൂടി ഒന്നിച്ചെന്ന് പ്രവർത്തിക്കാന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ 2 എണ്ണം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെളി നിറക്കും അല്ലേ? അതെ, അങ്ങനെ നിറക്കും. ഇത് ഞാൻ നിറച്ചിട്ട് 2ഉം കൂടെ അങ്ങ് ജോയിൻ ചെയ്തിട്ട് കെട്ടും. ഇതുപോലെ കയറിട്ട് അങ്ങോട്ട് കെട്ടും. ഇങ്ങനെ കെട്ടാൻ ചേട്ടന് മാത്രമേ പറ്റുള്ളൂ. ചേട്ടൻ കെട്ടിയാലേ ശരിയാവുള്ളൂ, അച്ഛൻ കെട്ടിയാലേ ശരിയാവുള്ളൂ എന്നാ പറഞ്ഞേ. ബലം കിട്ടൂലെന്ന്. നമ്മുടെ കയ്യിലൊന്നും അത്രയും ബലം വരൂലല്ലേ? ചേട്ടൻ എന്താണ് ഇങ്ങനെ ഈ ഒരു കണ്ടലൊക്കെ വെച്ച് ഈ പ്രകൃതിനെയൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ തോന്നിയത്? കാരണം എന്താ? കാരണം ഞാനിത് ചോദിക്കണ വേറെ ഒന്നും കൊണ്ടല്ല. ഞാനൊരു ചെല്ലാനക്കാരിയാണ്, തീരദേശത്ത് താമസിക്കുന്ന ആളാണ്. ഈ പറയുന്ന മനുഷ്യർ മുഴുവൻ അവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ വരുന്നില്ല. എന്തുകൊണ്ട് തോന്നി? ഇതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഒന്ന് നമ്മുടെ സ്വയരക്ഷക്ക് എന്നുള്ള രീതിയിലാണ് നമ്മളിത്. ഇപ്പൊ ചെറിയ ഓല വീടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് വൈപ്പിൻ പോലത്തെ സ്ഥലങ്ങൾ. അപ്പൊ നമ്മുടെ വലിയ ശക്തമായിട്ടുള്ള കാറ്റൊക്കെ വരുമ്പോ ഈ ഓലയൊക്കെ പറന്നു പോകും. അപ്പൊ വെള്ളപ്പൊക്കം വരുമ്പോ നമ്മുടെ ചെളി വീടാണെങ്കിൽ ആ ചെളിയൊക്കെ കുതിർന്ന്, അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ അന്ന് നമ്മുടെ അച്ഛനമ്മമാരോ അപ്പൂപ്പന്മാരോ ഒക്കെ ഇത് കണ്ടൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അല്ല, നമ്മൾ അവരെ കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ഒരു ഇതില് പിന്നെ എപ്പോഴോ അതൊക്കെ വിട്ടുപോയി. പിന്നെ ഇപ്പൊ 2013 സോഷ്യൽ ഫോറസ്ട്രിയിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാര്, ഒരു ഉദ്യോഗസ്ഥനാണ് എന്നെ ഇത് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. കണ്ടൽ നഴ്സറി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ആയിരക്കണക്കിന് ചെടികൾ നമ്മൾ ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു 1.25 ലക്ഷത്തിനടുത്ത് നമ്മൾ എത്തി. ഈ വർഷം പിന്നെ ഇപ്പൊ നല്ല ഒരു ചെടി ചെയ്യണം, ഒരു 20,000 ചെടി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഈ വർഷം തുടങ്ങി ഇനി കൂട്ടി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഈ വരുന്ന വനിതാ ദിനത്തിൽ, അതായത് മാർച്ച് 8-ാം തീയതി സെക്കൻഡ് സാറ്റർഡേയിൽ സ്ത്രീകൾക്ക് മാത്രമായി ഹാപ്പിനെസ് വോയേജ് ഒരുക്കുന്ന യാത്രയിൽ കൂടെ വരുന്നോ വെറും 1555 രൂപയ്ക്ക് ഇല്ലിക്കൽ കല, ഇലവിഴ, പൂഞ്ചിറ, പിന്നെ ഒരു വാട്ടർഫോളും കൂടി ഉൾപ്പെടുത്തി ഒരു കിടിലൻ ട്രിപ്പാണ് ഹാപ്പിനെസ് വോയേജ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ബുക്കിംഗ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇത് ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യണേ ഏട്ടാ? ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെയാണ് ചായച്ചു വെക്കുന്നത്. അതായത് നമ്മൾ താഴെ പ്ലാസ്റ്റിക് വിരിച്ചിട്ട്. പ്ലാസ്റ്റിക് വിരിക്കണത് എന്തിനാ? പ്ലാസ്റ്റിക് വിരിക്കണത് വെള്ളം നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് വിരിച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചായച്ചു വെക്കും. ചായച്ചു വെച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് വിത്ത് കുത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം ഇങ്ങനെ എടുത്തെല്ലാം ചായച്ചു വെക്കണം. എന്നിട്ടാണ് അതിനകത്തേക്ക് ഇത് കുത്തുന്നത്, വിത്ത് കുത്തുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വെള്ളം നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല അടുക്കി വൃത്തിയായിട്ട് ചെടികൾ ഒപ്പം വളർന്നു വന്നോളും. ഇത് എത്ര നാൾ കൊണ്ട് ഇങ്ങനെ വേര് പിടിക്കും?
ഇത് ഏകദേശം ഒരു 2 ആഴ്ച ഉണ്ടെങ്കിൽ ഇതിന്റെ വേര് പിടിക്കും. ഇതാണ് അതിന്റെ വിത്ത് അല്ലേ? പണ്ടൊക്കെ നമ്മള് ഇല്ല, ഞാൻ ഇത്രയും വലുത് കണ്ടിട്ടില്ല. ഇതിന്റെ ചെറുതിൽ അങ്ങനെ പേന പോലെയൊക്കെ എടുത്ത് കളിക്കത്തില്ലേ? ഇതാണ് കുറ്റിക്കണ്ടൽ എന്ന് പറയുന്നത്. കുറ്റിക്കണ്ടല് പല വെറൈറ്റി ഉണ്ട് അല്ലേ? പല വെറൈറ്റി ഉണ്ട്. ഇതല്ലേ ഇത് റൈസോഫോറ. ഇത് വേറെ ഭ്രാന്തം കണ്ടൽ എന്ന് പറയുന്ന ഐറ്റമാണ് ഇത്. എന്ത് കണ്ടല്? ഭ്രാന്തം കണ്ടൽ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അത് ഇതിന്റെ പൂവിൽ നിന്നേ തേൻ അതിന്റെ ഇത് കുടിക്കുമ്പോക്കും പക്ഷികൾ അല്ലെങ്കിൽ ഈ പ്രാണികളൊക്കെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ ലഹരി ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ മത്ത് പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയണെന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത് ഇത് ഭ്രാന്തമായിട്ട് ഇങ്ങനെ നിയന്ത്രണം ഇല്ലാണ്ട് വളരും പറയുന്നുണ്ട്. ഇത് വളർന്നു വന്നിട്ട് വേര് പിടിച്ച് വളർന്നു വരുമല്ലോ. അപ്പൊ എത്ര ദിവസം കൊണ്ടാ പിന്നെ ഇതിനെ കൊണ്ട് വെക്കുന്നത്? കുത്തിക്കോ. നമ്മൾ ഏകദേശം ഒരു 3 മാസത്തെ വളർച്ച ഉണ്ടെങ്കിൽ 2 അടി ഹൈറ്റ് നമുക്കിപ്പോൾ കിട്ടും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 3/4 അടിയോളം നമുക്ക് ഇപ്പം നമ്മുടെ മുളയും ഒക്കെ കൂടെ ഉണ്ട്. ഇത് വളർന്നു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് 2.5 അടി ഹൈറ്റിലേക്ക് ഇത് വരും. ആ സമയത്ത് നമുക്ക് ഏകദേശം 2.5 അടി താഴ്ചയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെച്ചുപിടിപ്പിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിലാണെങ്കിലും ശരി നമുക്ക് ഇതിനെ പ്ലാന്റ് ചെയ്ത് വെള്ളത്തിൽ എടുക്കാൻ പറ്റും. ഇനി ഇത് ഡെയിലി നനയ്ക്കുകയും ചെയ്യുമോ? ഇത് എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം. 2 നേരം നനക്കണമെന്നില്ല, ഒരു നേരമെങ്കിലും നമ്മൾ നനക്കണം. അതെ, ഒരു നേരം നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടിക്കൊക്കെ ഗ്രോത്ത് കുറയും. അതെ അല്ലേ? ഇതിപ്പോ എത്ര നാളായിട്ടുണ്ടാവും ഈ നിൽക്കുന്ന ഒരു ബാച്ച്? ഇതിപ്പോ ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ടാവുള്ളൂ. 3 മാസമായി. ഏകദേശം നടാറായിട്ടുണ്ട്. ഈ ചെടിയാണെങ്കിൽ 6 മാസമായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 1 മീറ്റർ ഹൈറ്റ് ആയി ഇതിന്. അത് എല്ലാം കൂടെ ഒരുമിച്ച് നിക്കണ കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനിയിപ്പോ ഇത് എങ്ങോട്ടേക്കുള്ളതാണ്? എവിടെയെങ്കിലും ഓർഡർ കിട്ടിയിട്ടുണ്ടോ കൊണ്ടേ നടണം എന്ന് പറഞ്ഞിട്ടോ വല്ലതും? അല്ല, ഇതിപ്പോ നമ്മൾ ഞാറക്കൽ പഞ്ചായത്തിനോട് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുറച്ച് ഇപ്പൊ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് ഈ വൃശ്ചികവേലിയും ശിവരാത്രി വെള്ളപ്പൊക്കവും ഒക്കെ വലിയ പ്രശ്നമാണ്. പുഴയിലൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉള്ള ആഴ്ചയിൽ കൊണ്ട് നടണം എന്നാണ് കരുതുന്നത്. അപ്പൊ പെർമിഷൻ ഒക്കെ മേടിച്ചു വെച്ചേക്കണേ. ചേട്ടൻ പോയി പെർമിഷൻ മേടിക്കണേ? ഇതിപ്പോ CMFRL-ല്ലേ എറണാകുളം, അവിടുത്തെ അവരുടെ ഒരു വർക്കായിട്ട് അവരുടെ നേതൃത്വത്തിലാണ്. അവരാണത് സാങ്ഷനൊക്കെ മേടിച്ചാണ്. ചെടി നമ്മൾ കൊടുക്കണം. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് നടാൻ പോവാണല്ലോ ഏട്ടാ. നമ്മള് കൊണ്ട് കണ്ടൽ അവിടെ വെക്കാൻ പോവാണ്. നിങ്ങളിവിടെ വന്നിട്ട് ഒരു ചെടിയെങ്കിലും നടാണ്ട് പോയാൽ അതെല്ലാവർക്കും മോശമാണ്. സത്യം, നമ്മൾ നട്ടിട്ടേ പോവാവുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഇതുകൊണ്ടേ നടാൻ പോവാട്ടാ. അല്ലേ? അതെ, ഇതിന്റെ സൈഡിൽ ചേട്ടൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതെ, നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ ചെയ്യാം. റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ കാല് പോലെ വരുമല്ലോ, അത് എത്ര നാളുകൊണ്ടാ വരുന്നത്? ഏകദേശം 1 വർഷം വേണം. 1 വർഷം വേണോ റൂട്ട് വരണമെങ്കിൽ? ഇല്ല. അപ്പൊ നമ്മള് എല്ലാവരും കൂടി ചേർന്നിട്ട് നടയാണ്. ഇതുപോലെയാണ് ചേട്ടനത് നടണത്. ഇത് ചെളിയിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കൂ അല്ലേ? താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബാമ്പു കംപ്ലീറ്റ് ചെളിയിലേക്ക് പോകും. ചെടി പൊങ്ങിക്കും. അപ്പൊ അത് ചെറിയൊരു ഓളമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേറെ ചെടിക്ക് പ്രശ്നം വരില്ല. കണ്ടാ, ഇതുപോലെ അങ്ങ് താഴ്ത്തി വെക്കും. ഇനി 1 വർഷം കഴിയണം അതിന്റെ കാല് പോലത്തത് വരാനല്ലേ? അതെ, ആ സംഭവമാണെന്ന് തോന്നുന്നത് ഈ നമ്മുടെ മണ്ണിനെ പിടിച്ചു നിർത്തുന്നത്. അതെ, ഈ കാലുകളാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. മണ്ണിനെ ശക്തമായിട്ട് തന്നെ പിടിച്ചു നിർത്തും, തീരം ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. രണ്ടാമത് ഈ കാലുകൾ വരുന്നത് വഴി ഈ കാലുകള് മണ്ണിലേക്ക് ചെന്ന് സെറ്റ് പിടിക്കുമ്പോക്കും അതില് മീൻ, അതുപോലുള്ള ഞണ്ടുകള്, ഇപ്പൊ കരിമീൻ, പിലോപ്പി, കണമ്പ്, അതുപോലുള്ള മത്സ്യങ്ങള്, ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന മത്സ്യങ്ങളെല്ലാം വന്നിട്ട് പ്രജനനം നടത്തുകയും ഉപജീവനം നടത്തുകയും ഭക്ഷണം നേടുകയൊക്കെ ചെയ്യുന്നത് ഇതിന്റെ അടിയിലാണ്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു നേഴ്സറിയാണ്. കണ്ടൽ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളുടെ നേഴ്സറിയാണ്. ഇവിടെയാണ് ഈ സാധനം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. വേറെ നമ്മളൊരു സ്ഥലത്തും അന്വേഷിക്കണ്ട.
അവിടെ ഉണ്ടാവും അഴിമുഖങ്ങളോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലും അതുപോലെ കണ്ടല് കൂടുതലുള്ള പ്രദേശങ്ങളിലുമാണ് മീൻ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടാവണത് അല്ലേ? അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ കണ്ടൽ നട്ടാലേ മണ്ണിടിച്ചിലിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമല്ല, ഇഷ്ടംപോലെ നമുക്ക് മത്സ്യ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഒരു ആവാസ വ്യവസ്ഥ തന്നെ സൃഷ്ടിച്ച് അവിടെ എടുക്കാം. തീർച്ചയായിട്ടും മീൻ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ഉണ്ടാവുമ്പോൾ തന്നെ ഇതിന്റെ ഇലകളും വിത്തുകളും ഒക്കെ ജന്തുക്കൾക്ക് ഭക്ഷ്യയോഗ്യമാണ്, മനുഷ്യർക്ക് ഭക്ഷ്യയോഗ്യമാണ്. മെഡിസിൻസ്, വിറക്, ഫർണിച്ചർ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഇതിന്. പക്ഷികൾക്ക് സ്പേസ് ഉണ്ട് കൂട് കൂട്ടാനും, വിദേശത്തുള്ള പക്ഷികൾ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ കഴിവുള്ള ഭൂമിയിലെ ഒരേ ഒരു ചെടി കണ്ടൽ ചെടിയാണെന്നാണ് എൻ്റെ ഒരു വാദം. മടുപ്പ് തോന്നാറുണ്ടോ? ഇത് കാരണം എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ വരുമ്പോഴേ എനിക്ക് വേണ്ടായിരുന്നു, സങ്കടം തോന്നാറുണ്ട്? ഒരിക്കലുമില്ല. ഇത് നമ്മളിത് എല്ലാ ദിവസവും നമ്മളിതിനെ സംരക്ഷിക്കാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത്. അയ്യോ വെള്ളമൊഴിച്ചില്ലല്ല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കണ്ടൽ ചെയ്ത് തുടങ്ങുന്ന ഒരു സീസൺ ഉണ്ട്. ഇപ്പൊ മാർച്ച് അവസാനിക്കുന്ന സമയത്ത് നമ്മളിത് ചെയ്തു തുടങ്ങണത്. കാരണം ഏപ്രിൽ, മെയ്, ജൂണിൽ മഴ വരുന്ന സമയത്തൊക്കെ എല്ലാം വിത്ത് നമുക്ക് മുളച്ച് കിട്ടും. മഴയത്തിന് അധികം പ്രയാസമില്ല. ആ സമയത്താണ് ഇത് മുളക്കുന്നത്. നല്ല വെള്ളം വീണ സമയത്താണ് എല്ലാ വിത്തുകളും ഒക്കെ മുളക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ മുളയിൽ ചെളിയൊക്കെ നിറച്ച് സെറ്റ് ചെയ്ത് നിർത്തിയേക്കും. ഒരു മാർച്ച്, ഏപ്രിലോടുകൂടി നമ്മൾ ഇതിന്റെ പണിയൊക്കെ. അപ്പൊ മെയ്യിൽ വന്ന് നനച്ച് തുടങ്ങുമ്പോഴേക്കും മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളിക്കയറി കത്തിപ്പിടിച്ചോളാം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് തുടങ്ങി നമുക്ക് പ്ലാൻ ചെയ്യാം. നിൽക്കുന്നത് ഈ 4 ചെടി 4 രീതിയിലുള്ള ചെടികളാണ്. ഇതിപ്പോ റൈസോഫോറ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് വള്ളിക്കണ്ടലാണ്. ഇത് കണ്ടോ, ഇതിന്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ, കുറച്ച് നീളത്തിലുള്ള കാലുകൾ കണ്ടോ. ഇത് കണ്ട, ഇത് കണ്ടേലിയ കണ്ടൽ എന്ന് പറയുന്ന ഒരു കണ്ടലാണ്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ബ്രിഗേറിയ. ഇപ്പൊ നമ്മള് പേനക്കണ്ടൽ, കുറ്റിക്കണ്ടൽ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ എല്ലാം ഒന്നായിട്ട് തോന്നുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മതി, എല്ലാം ഇത് 4 വേറെ വേറെയാണെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ പൊന്നാമ്പള്ളി, അങ്ങനെയുള്ള കുറെ വള്ളി അസോസിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പന്നലാണ് നിൽക്കുന്നത്. ഇതാണ് പന്നല്. ഇതിനെയാണ് പന്നൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മുരുകേശൻ ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം വന്നിട്ട് ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കുടുംബം മുഴുവൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഇവരെല്ലാവരും കൂടെയാണ് ചെയ്യണതെന്നൊക്കെ കേട്ടോ. മറ്റുള്ളവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല പല അസൗകര്യങ്ങൾ കാരണം. പക്ഷെ ഇവർ മുഴുവനായിട്ട് ഇത് ചെയ്യുന്ന ഒരു കുടുംബമാണിത്. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഒരുപാട് സന്തോഷം ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനും എല്ലാത്തിനും. ഇനിയും ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ വരട്ടെ, ഒരുപാട് അറിയപ്പെടട്ടെ. അവാർഡ് മാത്രമല്ല, ചേട്ടൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സഹായിക്കാനും കുറേ പേര് വരട്ടെ. ഇപ്പം നിലവിലുള്ളവരെ കൂടാതെ വരട്ടെ. കാരണം ചേട്ടൻ ഇതൊന്നും ഒരു ഉപജീവന മാർഗ്ഗമൊന്നും അല്ല കേട്ടോ. അപ്പം ഉപജീവനം കഴിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലുപണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അപ്പം ചേട്ടൻ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ മുരുകേശൻ ചേട്ടന് എല്ലാവരും നിങ്ങളുടെ സ്നേഹം കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഒരുപാട് സന്തോഷത്തോടുകൂടി ഇറ്റ്സ് മീ അലിസ സൈനിങ് ഓഫ്. ബൈ.